ചരിത്രത്തിൽ തന്നെ മിന്നും വിജയവുമായി തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഇനി BJP ഭരിക്കും. മാറാത്തത് ഇനി മാറുമെന്നുള്ള പ്രഖ്യാപനത്തോടെ നടത്തിയ മുന്നേറ്റം തലസ്ഥാനം ഏറ്റെടുക്കാനായിരുന്നു. ഇടത് വലത് മുന്നണികൾ ഭരിച്ച് മുരടിപ്പിച്ചെത്തിയ നഗരം ഇനി സ്മാർട്ടാകും. സമഗ്രമായ പ്രഖ്യാപനങ്ങളും പദ്ധതികളുമാണ് അനന്തപുരിയിൽ ഇനി BJP നടപ്പിലാക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ദിസ്ന, എന്തായാലും ശക്തമായൊരു വിജയം. ആ വിജയത്തിനൊടുവിൽ ഇനി ജനങ്ങൾ കാത്തിരിക്കുന്നത് സമഗ്രമായ വികസനം തന്നെയാണ്. ഒരുപക്ഷെ ഇനിയുള്ള ആഘോഷ പരിപാടികൾ അതിന് ഏറെ മാറ്റുകൂട്ടുമെന്ന് അറിയാൻ സാധിക്കുന്നു. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാന നഗരിയിലെ വിജയത്തിൽ അതിയായ ആഹ്ലാദത്തിലാണ് BJP പ്രവർത്തകർ എന്ന് തന്നെയാണ് പറയേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി BJP ഭരണത്തിലേറുന്നു എന്നത് ഓരോ പ്രവർത്തകരെ സംബന്ധിച്ചും ഏറ്റവും അഭിമാനവും അതോടൊപ്പം തന്നെ സന്തോഷവും തരുന്നൊരു നിമിഷത്തിലേക്ക് മാറിയിരിക്കുന്നു. നമുക്കറിയാം, വലിയ രീതിയിൽ ഇടത് വലത് മുന്നണികളുടെ വ്യാജ പ്രചാരണങ്ങളിലൊന്നും തന്നെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് മാറുന്ന ഭരണത്തിനു വേണ്ടി BJP അധികാരത്തിൽ വരണമെന്ന ജനങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തിരുവനന്തപുരത്തെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ആ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ സാധിക്കുമെന്നത് തന്നെയാണ്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരൊക്കെ പറയുന്നത്. അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് CPM നേതൃത്വവും കടന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. വിഷ്ണു, ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ നഗരപ്രദക്ഷിണത്തോടു കൂടി സംസ്ഥാന ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൻ്റെ ആ വിജയാഘോഷം BJP ആഘോഷമാക്കി മാറ്റുന്നത്, കളറാക്കി മാറ്റുന്നത് എന്ന് തന്നെയാണ്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ ഈ 2019-20 35 സീറ്റ് മാത്രമേ NDAക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോഴിതാ 50 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി കോർപ്പറേഷനിൽ അധികാരത്തിലെത്തുന്നു. നമുക്കറിയാം, NDAയുടെ പ്രകടന പത്രിക അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അടിത്തറയുള്ളതായിരുന്നു എന്ന് തന്നെ നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കും. ആദ്യഘട്ടത്തിൽ NDA പ്രകടന പത്രികയ്ക്കൊക്കെ എതിരെ വലിയ രൂക്ഷ വിമർശനം മന്ത്രി V ശിവൻകുട്ടിയൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊക്കെ തന്നെയും അതിൽ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തും, തിരുവനന്തപുരത്തെത്തുമെന്നായിരുന്നു. അത് ഉടൻ തന്നെ നടപ്പിലാവുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പ്രകടന പത്രികയിൽ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ച് നൽകുക, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം നഗരപരിധി അഭിമുഖീകരിക്കുന്ന തെരുവുനായ പ്രശ്നങ്ങൾക്കുൾപ്പെടെ ശാശ്വത പരിഹാരം ഉണ്ടാക്കുക, മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ നടപടികൾ ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ ഈ മഴ പെയ്താൽ വെള്ളക്കെട്ടാവുന്ന തിരുവനന്തപുരം നഗരത്തിൽ കൃത്യമായ രീതിയിൽ ജലമൊഴുകുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടെ ഡ്രെയിനേജ് സംവിധാനം ഉൾപ്പെടെ രൂപീകരിക്കുക തുടങ്ങി ഒട്ടനവധി പദ്ധതികളായിരുന്നു പ്രകടന പത്രികയിൽ BJP NDA മുന്നോട്ട് വെച്ചിരുന്നത്. ആ പ്രകടന പത്രികയൊക്കെ തന്നെയും ജനങ്ങൾക്ക് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഈ വിജയിച്ച ഓരോരുത്തരും പറയുന്നത്. എന്തായാലും വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ വിജയാഹ്ലാദമാണ് NDA BJP മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇടത് വലത് പാളയങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചകൾ, നേതൃയോഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. CPM-ന്റെ ഉൾപ്പെടെ LDF-ന്റെ നേതൃയോഗം ചൊവ്വാഴ്ച ചേരുകയാണ്. CPI CPM എക്സിക്യൂട്ടീവ് യോഗങ്ങൾ നാളെ ചേരുന്നു. അതിലൊക്കെ തന്നെയും എവിടെയാണ് തങ്ങൾക്ക് കാലിടറിയത്, എവിടെയാണ് വീണത് എന്നതൊക്കെ വിശകലനം ചെയ്യുമെന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരം നഗരത്തിൽ വ്യക്തിഹത്യ ഉൾപ്പെടെ അല്ലെങ്കിൽ വ്യക്തികളെ കേന്ദ്രീകരിച്ച് BJP ഓരോ സ്ഥാനാർത്ഥികളെയും കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു. ആ പ്രചരണം ഒന്നും വീശിയിട്ടില്ല എന്ന ഇടതു നേതാക്കൾക്ക് മനസ്സിലായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വിഷ്ണു, എന്തായാലും വിജയത്തിമിർപ്പിൽ അല്ലെങ്കിൽ ഈ വിജയത്തിൽ വലിയ സന്തോഷത്തിലാണ് തിരുവനന്തപുരം നഗരം എന്നത് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. BJP അധികാരത്തിൽ വരുമ്പോൾ ആളുകൾക്ക് പറയുവാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, നടപ്പിലാക്കുവാൻ കുറേയേറെ വികസന പത്രികകൾ അല്ലെങ്കിൽ വികസന രേഖകൾ പ്രകടന പത്രികയിൽ BJP നൽകിയിട്ടുണ്ട്. ഇവയൊക്കെ തന്നെയും കൃത്യമായി ജനങ്ങളുടെ പൾസ് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ BJPക്ക് സാധിക്കും എന്നത് തന്നെയാണ് ജനങ്ങളുടെ വിലയിരുത്തൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു ചരിത്ര വിജയം BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായത്. വിഷ്ണു, അത് തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയ വികസന മന്ത്രവുമായി തലസ്ഥാനത്തെ നയിക്കാൻ ഒരുങ്ങുകയാണ് BJP. ദിസ്ന സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.